ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി അങ്കത്തട്ടിലിറങ്ങാൻ സംസ്ഥാനത്ത് പ്രതിപക്ഷം കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും നയിക്കുന്ന സമരാഗ്നിക്ക് ഇന്ന് തുടക്കം. കാസർഗോഡ് നിന്നും ആരംഭിക്കുന്ന യാത്ര 29-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ജനകീയ പ്രക്ഷോഭമാണ് ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനകീയ പ്രക്ഷോഭത്തിന് തുടക്കമിട്ടുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് പ്രതിപക്ഷം ഇറങ്ങുന്നത്. കെ.പി.സി.സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് 14 ജില്ലകളിലും പര്യടനം നടത്തുന്നതിലൂടെ കോൺഗ്രസിൽ നേതൃനിരയിലെ ഐക്യവും കെട്ടുറപ്പും കൂടി ഉറപ്പിക്കുകയാണ്. കേന്ദ്രത്തിന്റെ വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ തുറന്നുകാട്ടുകയും സംസ്ഥാന സർക്കാരിന്റെ അഴിമതിയും ധൂർത്തും സാമ്പത്തിക പ്രതിസന്ധിയും പ്രചരിപ്പിക്കുകയുമാണ് സമരാഗ്നിയിലൂടെ ലക്ഷ്യമിടുന്നത്. സംസ്ഥാന കോൺഗ്രസിലെ മുഴുവൻ നേതാക്കളും അണിനിരക്കുന്ന സമ്മേളനങ്ങളും ജില്ലകൾ തോറും സംഘടിപ്പിക്കും. സർക്കാർ നടത്തിയ നവകേരള യാത്രയുടെ സമാന രീതിയിലാണെങ്കിലും ലോക്സഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് സമരാഗ്നി കടന്നുപോകുന്നത്. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാരുമായി കൂടിക്കാഴ്ചയും ആശയവിനിമയവും നടത്തും. കെ.പി.സി.സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും സംയുക്തമായി ദിവസവും വാർത്താസമ്മേളനം നടത്തി ശക്തമായ ജനപിന്തുണ ഉറപ്പിക്കുകയാണ് ലക്ഷ്യം. കാസർഗോഡ് നിന്ന് തുടങ്ങുന്ന യാത്ര 29-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ഇതിനിടെ 12 മുതൽ 15 വരെ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എം.എൽ.എമാർ സമരാഗ്നിയിൽ നിന്ന് വിട്ടുനിൽക്കും. നവകേരള യാത്ര നടക്കവേ പ്രതിപക്ഷം നടത്തിയ കുറ്റവിചാരണ സദസ്സിന് യാതൊരു പങ്കാളിത്തമോ ജനശ്രദ്ധയോ കിട്ടിയില്ല എന്ന ആക്ഷേപം ഉയർന്നതിന് പിന്നാലെയാണ് സമരാഗ്നി ജനമുന്നേറ്റമാക്കി മാറ്റാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.